ദീപ്തം 2024 അഭിമാനത്തിൻ്റെ അതിലുപരി ആത്മഹർഷത്തിൻ്റെ കരുതലിലും മൃദുലതയും സ്ഫുടം ചെയ്തെടുത്ത ചൈതന്യഭാവങ്ങളിൽ ദീപ്തമായ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയുള്ള നിറമുള്ള ചിത്രങ്ങളാണ് ഇത്. സെൻറ്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിലെ നിറമുള്ള പകലുകളുടെ ഓർമ്മകൾ കണ്ണിൽ എണ്ണ നിറച്ച് തിരിവിരിച്ച് വെളിച്ചം പകർന്ന ചിരാതിൽ നിന്നും നന്മയുടെ പ്രകാശം ജ്വലിക്കുന്നു. വിശ്വം ദീപമയം. ദീപ്തം 2024. സെന്റ് സെബാസ്റ്റ്യൻ പാടിച്ചിറ വിദ്യാലയം അറിവന്വേഷണത്തിന്റെ പതിറ്റാണ്ടുകളുടെ സുദീർഘമായ പാത പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിനുതകുന്ന ഒരു വിദ്യാലയ അന്തരീക്ഷം പാടിച്ചിറയിൽ സംജാതമായതിനു പിന്നിൽ അനേകം പേരുടെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു. വൈദികരും ഇടവക ജനങ്ങളും അധ്യാപകരും ജാതിമത ഭേദമന്യേ ഈ വിദ്യാലയത്തെ സ്നേഹിച്ച പൊതുസമൂഹം, ഈ വിദ്യാലയം വളരണമെന്നാഗ്രഹിച്ച രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എല്ലാം ഈ മഹനീയ നിമിഷത്തിൽ ചിരസ്മരണീയരാകുന്നു. 1926 റവറൻഡ് ഫാദർ ജോസ് മുണ്ടക്കൽ തുടങ്ങിവെച്ച ജൈത്രയാത്ര ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ദീപ്തം 2024. ഒരു വർഷക്കാലം ഞങ്ങൾ തെളിച്ച തിരിയുടെ പ്രകാശം ഇവിടമാകെ വന്ന് നിറയുന്നത് കാണാൻ ഒരു വർഷത്തെ പ്രയാണത്തിന്റെ പ്രഭ, അറിവിന്റെ പ്രകാശം, പാടിച്ചിറയുടെ യശസ് ഉയർത്തി കടന്നുപോയ അധ്യാപകർ, അനധ്യാപകർ എന്നിവരെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഈ വർഷം സ്കൂളിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ച ഹെഡ്മാസ്റ്റർ ശ്രീ ബിജുമോൻ സർ, ഓഫീസ് സ്റ്റാഫ് ശ്രീ ബിജു വേവി, സ്കൂളിലേക്ക് എത്തിയ പുതിയ സാരഥികൾ ഹെഡ്മാസ്റ്റർ ശ്രീ സാബു പി ജോൺ, ഓഫീസ് സ്റ്റാഫ് ശ്രീ റെജി ഓയെ. പുരോഗമനപരവും സമഗ്രവും പരിവർത്തനപരവുമായ വിദ്യാഭ്യാസത്തിന് ഉത്തേജനമാവുക എന്ന വലിയ സന്ദേശത്തിന്റെ പ്രോത്സാഹനം കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ സിജോ ഇളംകുന്നപ്പുഴ, സ്കൂളിലെ ഏതൊരു കാര്യത്തിനും ഓടിയെത്തുന്ന മാനേജർ അച്ഛൻ റവറൻഡ് ഫാദർ മാത്യു പെരുമാട്ടുകുന്നേൽ, സ്കൂളിനെ വിജയക്കുതിപ്പിലേക്ക് നയിക്കുന്ന ഹെഡ് മാസ്റ്റർ ശ്രീ സാബു പി ജോൺ, എന്തിനും ഒപ്പമുള്ള PTA പ്രസിഡന്റ് ശ്രീ ജെയ്സൺ ആലവെന്തക്കാല, MPTA പ്രസിഡന്റ് ദിവ്യ ലിനേഷ്. അവധിക്കാലത്തിന്റെ തിരക്കുകൾക്കിടയിലും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും കൂടിച്ചേർന്ന ചില സാർത്ഥകമായ നിമിഷങ്ങൾ. പഠനോത്സവത്തിന്റെ കാണാ കാഴ്ചകളിലേക്ക്. പ്രതീക്ഷ നിർഭരമായ തുടക്കത്തിന്റെ അനിർവചനീയമായ മുഹൂർത്തം. ജൂൺ മാസത്തിലെ ആദ്യ പുലരിയിൽ സ്കൂളിൻ്റെ അക്ഷരമുറ്റത്തേക്ക് മാതാപിതാക്കളുടെ കൈപിടിച്ച് നിറപ്പകിട്ടാർന്ന വർണ്ണ പൂമ്പാറ്റകളായി അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയ നവാഗതരെ സ്കൂളിലെ മുതിർന്ന കുട്ടികളും അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് സ്വാഗതം ചെയ്തു. PTA ജനറൽ ബോഡിയുടെ പൂർണ്ണ പിന്തുണയോടെ 2023-24 അധ്യയന വർഷത്തിൽ വിദ്യാലയത്തിലെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് രൂപം നൽകി. മണ്ണിനെ പച്ച പുതുപ്പിക്കാനായി, പ്രകൃതിയുടെ താളത്തെ സാന്ദ്രമാക്കുവാനായി പരിസ്ഥിതി ദിനത്തിൽ മുളന്തണ്ട് പ്രൊജക്റ്റുമായി പാടിച്ചിറയിലെ കുരുന്നുകൾ സജീവമായി. ബാംബുമാൻ ഓഫ് ഇന്ത്യ ശ്രീ ജോൺസൺ തൊട്ടിയിൽ അപൂർവ ഇനത്തിലുള്ള മുളന്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി പാഠത്തിന്റെ ആദ്യ വിത്ത് മുള പൊട്ടാനായി കാത്തിരുന്നു. നല്ല വായനയ്ക്കായി, നാടിന്റെ നല്ല ഭാവിക്കായി വായിച്ചു മുന്നേറാൻ അക്ഷരങ്ങളുടെ അത്ഭുത ലോകത്തിലേക്കുള്ള ചെറുമാർഗദീപം തെളിയിച്ചുകൊണ്ട് വായനാ വാരാചരണത്തിന് ആവേശജലമായ തുടക്കം കുറിച്ചു. വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് അധ്യാപിക ശ്രീമതി ശോഭന ദേവി ടീച്ചർ നിർവഹിച്ചു. പുസ്തക പ്രദർശനം, വായനാ മത്സരം, പ്രസംഗം, കവി പരിചയം, പോസ്റ്റർ നിർമ്മാണം, വായനാശാല സന്ദർശനം എന്നിവ നടത്തി. മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിയും ആംഗലേയ ഭാഷയുടെ സമ്പന്നതയിലേക്ക് കുട്ടികളെ നയിച്ചു. കുട്ടികളുടെ സാമൂഹ്യ ശാസ്ത്ര അഭിരുചിക്ക് പ്രോത്സാഹനമായും ഗണിതശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിയും വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. വായനയെ വളർത്താൻ ലൈബ്രറിയും ഇവിടെ സജ്ജമാണ്. സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി പുതിയ രൂപത്തിലും ഭാവത്തിലും പടർന്നു പന്തലിക്കുന്ന ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മുടെ തലമുറയെ രക്ഷിക്കാനുള്ള വലിയ കരുതലിന്റെ മുഖം. ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പാടിച്ചിറ PHCയിലെ ദിവ്യ നിർവഹിച്ചു.
ലഹരി വിരുദ്ധ റാലി, മനുഷ്യച്ചങ്ങല, മുദ്രാവാക്യ രചന, പോസ്റ്റർ രചന എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. മാനന്തവാടി എഡ്യൂക്കേഷണൽ ഏജൻസി കുട്ടികൾക്കായി നടത്തിയ പോസ്റ്റർ നിർമ്മാണ മത്സരത്തിൽ ദേവകൃഷ്ണ ലെനീഷ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. പാഠ്യേതര മികവുകൾ വിലയിരുത്തുന്നതിനും പഠന പിന്നാക്കാവസ്ഥകളെ പരിഹരിക്കുന്നതിനുമായി കുട്ടിയും രക്ഷിതാവും ഒരുമിച്ച് അധ്യാപകരെ കാണാൻ അവസരമൊരുക്കിയ PTA വേറിട്ട അനുഭവമായി. ഇത് മുന്നോട്ടുള്ള വലിയ പ്രചോദനത്തിന് വഴിയൊരുക്കി. സജീവമായ സ്കൂൾ ദിനങ്ങളിൽ വ്യത്യസ്തമായ രുചികളിൽ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വിഭവസമൃദ്ധമായി കുട്ടികൾക്കിവിടെ നൽകി വരുന്നു. സെന്റ് ജോസഫ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീ ജോസ് പള്ളത്ത് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന സുൽത്താൻ ബത്തേരി ഉപജില്ലാ AEO ശ്രീമതി ജോളി മാത്യു A+ ജേതാക്കൾക്ക് ഉപഹാര സമർപ്പണം നടത്തി. കയ്യൊപ്പ് മാസികയുടെ പ്രകാശനം വാർഡ് മെമ്പർ ശ്രീമതി മോളി ആക്കാന്തിരി നിർവഹിച്ചു. സർഗോത്സവത്തിൽ ദേവകൃഷ്ണ ലെനീഷ്, പെൻസിൽ ഡ്രോയിങ്ങിൽ ആദിദേവ് എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എഴുത്തും വായനയും അനായാസം കൈകാര്യം ചെയ്യുന്നതിനും പ്രത്യേകമായി വ്യക്തിഗത പരിഗണന നൽകി കുട്ടികളെ പഠന മികവിലേക്ക് നയിക്കാൻ മലയാള തിളക്ക പദ്ധതി ആവിഷ്കരിച്ചു. 2023-24 അധ്യയന വർഷത്തെ സ്കൂൾ ഇലക്ഷൻ മാതൃകാപരമായി നടന്നു. കുട്ടികളെല്ലാവരും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. സ്കൂൾ ലീഡറായി LTR C ഫിലിപ്പും, ഡെപ്യൂട്ടി ലീഡറായി ആഫ്റ്റസ് ജെയ്സനും, ജനറൽ ക്യാപ്റ്റനായി ഫ്രെഡറിക്കും, വൈസ് ക്യാപ്റ്റനായി ധ്യാൻ കൃഷ്ണ ബിജുവും, ആർട്ട് സെക്രട്ടറിയായി എലേന തോമസും, ജോയിന്റ് സെക്രട്ടറിയായി ഏഞ്ചൽ മേരി വിനോജും തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ ലോകത്തോട് ക്രിയാത്മകമായി സംവദിക്കുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവുകൾ കമ്പ്യൂട്ടർ ക്ലാസുകളിൽ വിനിമയം ചെയ്യപ്പെടുന്നു. ശാസ്ത്ര, ഗണിത, പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ തങ്ങളുടെ കരവിരുതുകൾ മനോഹരമായി സൃഷ്ടിച്ചു. ഓരോ മേഖലയിൽ നിപുണരായവരെ കണ്ടെത്തി കുട്ടികൾക്ക് വേണ്ട സഹായം നൽകി. അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൃത്യമായ മാർഗനിർദ്ദേശവും പരിശീലനവും ഒത്തുചേർന്നപ്പോൾ സബ് ജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ UP വിഭാഗം റണ്ണേഴ്സ് സ്ഥാനം ഞങ്ങളെ തേടിയെത്തി. LP വിഭാഗത്തിലും മിന്നും വിജയം ഞങ്ങൾ കൈവരിച്ചു. സാമൂഹ്യശാസ്ത്രമേളയിലും IT മേളയിലും നല്ല വിജയം കൈവരിക്കുവാൻ പാടിച്ചിറയിലെ മിടുക്കർക്ക് കഴിഞ്ഞു. വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചാന്ദ്രദിനം ആഘോഷിച്ചു. ചാന്ദ്രദിന ക്വിസ്, റോക്കറ്റ് മാതൃകാ നിർമ്മാണം, ചാന്ദ്ര മനുഷ്യൻ, വീഡിയോ പ്രദർശനം എന്നിവ ഒരുക്കിയിരുന്നു. കുട്ടികളിൽ യുദ്ധത്തിനെതിരായ വലിയ സന്ദേശമൊരുക്കിയ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. 77ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സമുചിതമായി ആഘോഷിച്ചു. എയറോബിക് ഡാൻസ്, ഡിസ്പ്ലേ തുടങ്ങിയവ ആഘോഷങ്ങൾക്ക് മിഴിവേകി. കുട്ടികൾക്കായി സ്വാതന്ത്ര്യ സമര ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. ചേലൂർ കോളനിയിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷം കുട്ടികൾക്ക് പുതിയ അനുഭവം സമ്മാനിച്ചു. അധ്യാപക ദിനം മഹത്തായി മനോഹരമായി ആചരിച്ചു. അധ്യാപന ജീവിതത്തിലെ മഹായാത്രകളുടെ പ്രതിഫലനമായി മാറിയ ഒരു അധ്യാപക ദിനം. PTA നേതൃത്വത്തിൽ അധ്യാപകരെയും അനധ്യാപകരെയും ഉപഹാരം നൽകി ആദരിച്ചു. ആവണി 2023 ഓർമ്മയിലെ ഓണം. സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമ്പൽ സമൃദ്ധിയുടെയും കൂട്ടായ്മയുടെയും പൊന്നോണം. അധ്യാപകരും PTA പ്രതിനിധികളും ചേർന്ന് പാടിച്ചിറയിലെ ഓണാഘോഷത്തിനെ വരവേറ്റു. പാടിച്ചിറയെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച പാടിച്ചിറയുടെ ആത്മാവിൻ്റെ സ്പന്ദനമറിഞ്ഞ റിട്ടയേർഡ് അധ്യാപകർ വിരുന്നെത്തിയിരുന്നു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഓണക്കളികൾ, ഓണസദ്യ, പൂക്കള മത്സരം, ചേലൂർ കോളനിയോടൊപ്പം മധുരം പങ്കിടൽ എന്നിവ ഈ ഓണക്കാലത്തെ മധുരതരമാക്കി. റിട്ടയേർഡായ പൂർവ്വ അധ്യാപകർ കുട്ടികളോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അവിസ്മരണീയ മുഹൂർത്തം സമ്മാനിച്ചു. ഹിന്ദി ദിനം ആഘോഷിച്ചു. റിട്ടയേർഡ് ഹിന്ദി അധ്യാപകനായ ശ്രീ ഉണ്ണികൃഷ്ണൻ സർ ഉദ്ഘാടനം ചെയ്തു. സുഗമ ഹിന്ദി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കായുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കലാമേളയുടെ കാൽപ്പനികതയ്ക്കുള്ളിൽ ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട്, മനസ്സിൽ അഴകേറും ചിത്രങ്ങൾ കോറിയിട്ടുകൊണ്ട് ആരവം 2023. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ എന്നീ ഹൗസുകളിലായി കുട്ടികൾ വേദിയിൽ മാറ്റുരച്ചു. മികച്ച പ്രതിഭകൾ സബ് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്തു. അറബിക് പദ്യം ചൊല്ലലിൽ
ഋഷഭ് സജയ് 2ാം സ്ഥാനം നിലനിർത്തി. ഇനിയും ഏറെ വേദിയിൽ നടക്കാനുള്ള ഊർജം, കണ്ണിന് കുളിർമ നൽകിയ മനസ്സ് നിറഞ്ഞ നിർവൃതി. കായിക മാമാങ്കത്തിൽ മുഖരിതമായ പകലുകളുടെ സാന്ദ്രമായ സംഗീതം, ലോകത്തിന്റെ നെറുകയിലേക്ക് പിച്ചവെച്ച് കയറാനുള്ള കാലടികളുടെ സ്പന്ദനം. പൊള്ളുന്ന വെയിലിനെയും കനത്ത മഴയെയും വകവയ്ക്കാതെ CRPF ഹവിൽദാർ ശ്രീ ക്ലെനിൽ സാറിന്റെ പരിശീലന മികവിൽ കുട്ടികൾ മാറ്റുരച്ചു. കായികമേള പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ആനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പിന്തുണ എടുത്തു പറയേണ്ടതാണ്. സബ് ജില്ലാ കായികമേളയിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ പാടിച്ചിറയിലെ മിന്നും താരങ്ങൾക്ക് കഴിഞ്ഞു. ഹൈജമ്പിൽ ഏഞ്ചൽ മേരി വിനോജിന് 2ാം സ്ഥാനം ലഭിച്ചു. സംസ്ഥാന വോളിബോൾ മത്സരത്തിൽ എയ്ഡൻ ജിൻസ് ഈ സ്കൂളിൽ നിന്നും ഇടം നേടി. അക്കാദമിക മികവിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന പേരാണ് സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൻ്റേത്. അധ്യാപകരുടെ കൂട്ടായ പരിശ്രമത്തിൽ LSS USS ക്ലാസുകൾ ഇവിടെ നടന്നുവരുന്നു. ധ്യാന അനീഷ്, ശ്രീഹരി, നിയോണ, സ്നേഹ റോസ് എന്നിവർ കഴിഞ്ഞ വർഷത്തെ LSS USS വിജയികളാണ്. പൂമ്പാറ്റകളും പക്ഷികളും മൃഗങ്ങളും വർണ്ണശബളമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് പാടിച്ചിറയിലെ കുരുന്നുകൾ ശിശുദിന റാലിയിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ മാറ്റുരച്ചു. പാടിച്ചിറയിലെ ജനഹൃദയങ്ങളിൽ മായാത്ത വർണ്ണക്കാഴ്ചയൊരുക്കി കുഞ്ഞിക്കാലടികൾ വെച്ച് അവർ നടന്നു നീങ്ങി 1000 നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട്. പാടിച്ചിറയിലെ പ്രഭാത വിസ്മയങ്ങളിൽ ഒന്നാണ് സ്കൂൾ അസംബ്ലി. കുട്ടികളിൽ നേതൃപാടവം, അച്ചടക്കം, ആത്മവിശ്വാസം എന്നിവ വളർത്താൻ ഇത് സഹായകമാണ്. കുട്ടികൾ തന്നെ നേതൃത്വം നൽകുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. മറക്കാനാകാത്ത യാഥാർത്ഥ്യങ്ങളും സൗഹൃദങ്ങളും ചേർത്തു നിർത്തലുകളും ഇഴുകിച്ചേർന്ന അനുഭവമായിരുന്നു ഇവിടുത്തെ അധ്യാപകർ ഒരുമിച്ച് നടത്തിയ ഗൃഹസന്ദർശനം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഇതിലൂടെ രക്ഷിതാക്കളും വിദ്യാലയവും തമ്മിലുള്ള അകലം കുറയ്ക്കുവാൻ സാധിച്ചു. കുട്ടികളിൽ മൂല്യബോധവും സഹായ സന്നദ്ധതയും വളർത്തിയെടുക്കാൻ മദർ തെരേസ ക്ലബും JRCയും ഇവിടെ പ്രവർത്തന നിരതമാണ്. ചിലപ്പോഴെല്ലാം ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് പാടിച്ചിറയെ തെല്ലൊന്ന് വിഷമിപ്പിച്ചിരുന്നു. മാനേജ്മെന്റ് 8 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക്, വിദ്യാർത്ഥികളുടെ പഠനം സ്മാർട്ടാക്കുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ 60,000 രൂപ മുടക്കി നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂം, ശ്രേയസ് പാടിച്ചിറ നൽകിയ പ്രൊജക്ട് സ്ക്രീൻ, ശ്രേയസ് സ്വാശ്രയ സംഘവും അയാനിക്കാട്ട് ഷിജുവും ചേർന്ന് നൽകിയ 5 മലയാള മനോരമ ദിനപത്രം, ഇവയെല്ലാം 2023-24 അധ്യയന വർഷത്തിൽ ഞങ്ങളെ തേടിയെത്തിയ ഹൃദ്യമായ സമ്മാനങ്ങളായിരുന്നു. കുട്ടികളെ നിരന്തരം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി യൂണിറ്റ് ടെസ്റ്റുകളും ടേം പരീക്ഷകളും കൃത്യമായ ഇടവേളകളിൽ ഇവിടെ നടന്നുവരുന്നു. സമാധാനത്തിന്റെ പ്രകാശം പരത്തി വിപുലമായ പരിപാടികളോടെ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. മാതാപിതാക്കളെയും കുട്ടികളെയും ഉൾപ്പെടുത്തി പ്രാദേശികമായ ടീമുകളായി തിരിഞ്ഞ് ക്രിസ്മസ് ബെൽസ് കരോൾ ഗാന മത്സരം നടത്തിയത് വേറിട്ട അനുഭവമായിരുന്നു. കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നടത്തിയ ബദൽഹേം ബീറ്റ്സ് കരോൾ ഗാന മത്സരത്തിൽ UP വിഭാഗം 2ാം സ്ഥാനം ലഭിച്ചത് ഈ വർഷത്തെ പുതുവത്സര സമ്മാനമായിരുന്നു. PTA പ്രസിഡന്റ് ശ്രീ ജെയ്സന്റെയും നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ശ്രീ റജിയുടെയും നേതൃത്വത്തിൽ പച്ചക്കറിത്തോട്ടം മനോഹരമായി പരിപാലിച്ചു വരുന്നു. ഇതിലൂടെ കിട്ടുന്ന ജൈവ പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ബത്തേരി സബ് ജില്ലയിൽ തന്നെ സംസ്കൃത സ്കോളർഷിപ്പിൽ അപൂർവ നേട്ടം നമുക്ക് ലഭിച്ചു. 6 കുട്ടികളിൽ 5 കുട്ടികൾക്കും റാങ്ക് നേടാനായത് വലിയ അഭിമാനത്തിന് വഴിയൊരുക്കി. പാടിച്ചിറ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിന് സാമൂഹ്യ പ്രതിബദ്ധതയുടെയും മനുഷ്യത്വത്തിൻ്റെയും കരുതലിൻ്റെയും സ്നേഹാർദ്രമായ മനോഹരമായ ഒരു മുഖമുണ്ട്. അതാണ് നല്ല പാഠം പ്രവർത്തകരിലൂടെ സമൂഹ നന്മയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. നേതൃപാഠവും സഹായ സന്നദ്ധതയും പുതുമകളോടെ അവതരിപ്പിക്കാനുള്ള വേദിയായി നല്ല പാഠം പദ്ധതി മാറുന്നു. അധ്യാപകരുടെയും കുട്ടികളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിലൂടെ നടന്നു വരുന്നുണ്ട്. സിസ്റ്റർ ജാൻഡിയുടെയും ജിഷ ടീച്ചറുടെയും നല്ല നേതൃത്വം കൂടിയായപ്പോൾ അതിനൊരു പൂർണ്ണതയുണ്ടായി. നല്ല പാഠം പ്രവർത്തനങ്ങൾക്ക് മലയാള മനോരമ A ഗ്രേഡ് നൽകി ആദരിച്ചു. നല്ല പാഠത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്ക്, മനസ്സ് നിറഞ്ഞ ചിത്രങ്ങളിലേക്ക് ഒരു യാത്ര. ദീപ്തമായ ഓർമ്മകൾ, ഒരു വർഷത്തിന്റെ നിറം മങ്ങാത്ത പകലുകൾ. ഹെഡ്മാസ്റ്ററും അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും PTA ഭാരവാഹികളുമെല്ലാം ചേർന്നൊരുക്കിയ മഹനീയ മുഹൂർത്തങ്ങൾ, ചേർത്തുവെക്കലിൻ്റെ താളലയങ്ങൾ. ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട്
നല്ല നാളെയുടെ പ്രതീക്ഷകൾ ബാക്കി വെച്ചുകൊണ്ട് 2023-24 പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ സവിനയം സമർപ്പിക്കുന്നു. നന്ദിയുടെ നറുമലരുകൾ.